something that moves. Welcome back to our YouTube channel. Guys, ഇത് നമ്മളൊരു പുതിയ സ്പോട്ടിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ തൂപ്പുംപടിയിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല. സോ ഇറ്റ്സ് അർബൻ പറാത്ത, നോർത്ത് ഇന്ത്യൻ ക്വിസിന് വന്നാൽ എനിക്ക് തോന്നുന്നതല്ലേ. നമ്മൾ പക്ഷേ വെജ് ഫുഡ് കഴിക്കാൻ വന്നത് ബിക്കോസ് വി ആർ ഫാസ്റ്റിംഗ് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലിംഗ്ടൺ 58 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹബിലെ സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടിഫിൻ കമ്പനി അവിടെയും നമ്മൾ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ക്യാൻ ഹിയർ മീ. സോ നമ്മൾ ആക്ച്വലി ഒരു പുതിയ റെസ്റ്റോറൻ്റ് അല്ല, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ടില്ല. തോപ്പുംപടിയിലുള്ള അർബൻ പറാത്ത എന്നല്ലേ കടയുടെ പേര്. നല്ല സൗണ്ട് ഉണ്ട് ബാക്കിൽ, പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ വെജാണല്ലോ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ കുറേ സ്ഥലത്ത് നോക്കി നടന്നു വെജ് ഫുഡ്. സത്യം പറഞ്ഞാൽ ഇന്നാണ് വെജിൻ്റെ ലിമിറ്റേഷൻ ഞങ്ങൾ മനസ്സിലാക്കിയതല്ലേ. ഒന്നെങ്കിൽ ഒരു പനീർ ബട്ടർ മസാല, അല്ലെങ്കിൽ ഒരു ചില്ലി ഗോബി, അല്ലെങ്കിൽ മഷ്റൂം ആക്ച്വലി ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഷ്റൂം ഓർഡർ ചെയ്തത്. അതൊരു വെറൈറ്റി മഷ്റൂം. ഹൗസ് ഇറ്റ്? എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്. സോറി ഗൈസ്, മൈക്ക് അപ്പുറത്ത് പറമ്പിലായിരുന്നു. സോ ദിസ് ഈസ് മൈ ഫുഡ്. Guys, can you hear? സോ നമ്മൾ പനീറല്ലോ, ഞാൻ പിന്നെയും പനീർ എന്ന് പറഞ്ഞു ബട്ടർ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ കറിയുടെ പേര് ഭയങ്കര പാടായിരുന്നല്ലോ, എന്തോ ഡിങ്കിരി എന്തായിരുന്നു, ഡിങ്കിരി മഷ്റൂം. ഇതിൽ മഷ്റൂം ഉണ്ട്, പീസ് ഉണ്ട്, പീസും പിന്നെ കാഷ്യൂ ഉണ്ട്. കാഷ്യൂ സോ മച്ച്. കൊള്ളാം കേട്ടോ. ടൊമാറ്റോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ലൊരു പേസ്റ്റ്. ഗൈസ്, നമ്മളൊരു ലെമൺ സോഡയും ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ മൈ ഭർത്താവ് മേടിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. താങ്ക് യു. നമ്മളൊരു ബട്ടർ നാൻ കൂടെ പറഞ്ഞു. കുറേ ഉണ്ട്. Big. It's literally this big. ബട്ടർ നാൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇങ്ങനത്തെ 2 പീസസ് ഉണ്ടാവും. സോ ആദ്യം നമ്മൾ 2 ഓർഡർ ചെയ്തോളൂ, പക്ഷെ എന്നാലും തികഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഓർഡർ ചെയ്തു. അതാണ് നമ്മുടെ ഇത്. ഞാൻ കഴിക്കാം, അത് വേവ് കഴിക്കും. ഓക്കെ, ഈക്വൽ കൊള്ളാട്ടോ. ഒരു ദിവസം ഇതിപ്പം നമ്മൾ വെജാണ് ഫാസ്റ്റിംഗ് ചെയ്തത്. ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ നോൺ വെജ് കഴിക്കാൻ വരാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വെജ് ഇഷ്ടമായിരുന്നു. ബാക്കിയുണ്ട്. ഒരു പകുതി കഴിച്ചത് പിന്നെ എനിക്ക് ഇതൊക്കെ ഓ മൈ അപ്പുറത്തെ പറമ്പിൽ ഇപ്പോഴും കൊള്ള ക്രിസ്പി കുറേ ബട്ടറൊക്കെ ഇട്ടുണ്ട്. കൊള്ളാം.
സ്റ്റാർബക്സിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് വരുന്നത്. മേളിൽ ഒരു ജിം ഒക്കെ ഉണ്ട്, ഡാർക്ക് 150. പിന്നെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ടിഫിൻ കമ്പനി കുംഭകോണം കോഫി എന്നാൽ. കുംഭകോണം കോഫി തന്നെയല്ലേ ഗൈസ്? ഇപ്പോൾ 12 മണിയായി. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. മിക്ക ഷോപ്സും അടച്ചോട്ടോ. സ്റ്റാർബക്സ് 24 hours ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ആൾക്കാരെ കാണാറില്ല. ബാക്കി കടകളൊക്കെ അടിച്ചു അങ്ങോട്ട്. പിന്നെ സുഡിയോ, ലോഡഡൊക്കെ ഉണ്ട്. ഇത് കറക്റ്റ് നമ്മുടെ BOT ബ്രിഡ്ജാണ്. അവിടെ BOT ബ്രിഡ്ജിൻ്റെ ജംഗ്ഷനിൽ, സിഗ്നൽ ജംഗ്ഷനിൽ തന്നെയുള്ളതാ. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ മേടിച്ചത് ഒരു മഷ്റൂം കറിയും മഷ്റൂം ആൻഡ് വെജീസ് മിക്സ്ഡ് ഒരു കറിയായിരുന്നു. അതിൻ്റെ പേരെന്തോ ഡിങ്കിരി നിന്നായിരുന്നു. അതും 3 ബട്ടർ നാനും പിന്നെ 2 ലൈം സോഡയും. മൊത്തം നമുക്ക് 400 സംതിങ് ആയി. 400 സംതിങ് അല്ലേ ബേബി? 400 സംതിങ് ആയി. സോ പ്രൈസ് ഇച്ചിരി ഓൺ ദ ബെസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട്. പക്ഷെ ക്വാണ്ടിറ്റി അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു കറിയും ആ 3 ബട്ടർ നാനും കഴിച്ചിട്ട് വേറെ ഫുള്ളായി. ഇറ്റ് വാസ് വെരി നൈസ്. ഇനി നമുക്ക് പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം തീർച്ചയായിട്ടും. So good night cuties. Hello everyone. Welcome back to our YouTube channel. Didn't hear it once more. Hi guys. Hi guys. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫുഡ് ഹണ്ട്, നമ്മുടെ വെജ് ഫുഡ് ഹണ്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ക്യാൻവാസിൽ തന്നെയാണ്. വി ലവ് ദിസ് പ്ലേസ് സോ മച്ച്. അതുമാത്രമല്ല നമ്മുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആയതുകൊണ്ടും നമ്മളിവിടെ വന്നു. രാത്രിയായി. ഇവിടെ 2-3 കഫേസ് മാത്രമേ ഇങ്ങനെ. ഇവിടെ 12 മണി വരെ ഉണ്ട്. ക്യാൻവാസ് ഉണ്ട്. പിന്നെ ക്ലബ് ഹൗസ് ഇവരുടെ 1 മണി വരെ എന്തുണ്ട്. കുറച്ച് കഫേസ് മാത്രം ഇങ്ങനെ 12 മണി വരെ ഉണ്ട്. ദിസ് ഇസ് വെരി ഈസി ഫോർ അസ്. നമ്മളിപ്പോൾ അച്ഛൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹായ് മൈ ക്യൂരീസ്. സോ നമ്മുടെ ഇന്നത്തെ വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു 100ാമത്തെ പ്രാവശ്യം ക്യാൻവാസിൽ വന്നത്. ബട്ട് വി ലവ് ദിസ് പ്ലേസ്. നമ്മളെപ്പോഴും വരുമ്പോൾ ഇവിടുത്തെ ബ്രുസ്കെറ്റ ഓഫ് കോഴ്സ് വെജിറ്റബിൾ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവരുടെ ബ്രുസ്കെറ്റ. നിങ്ങൾ തന്നെയാണെങ്കിൽ ഡു ട്രൈ. അല്ല, ദാറ്റ്സ് ചീസ് ഹണി. എഗ്ഗിൻ്റെ ഒന്നും നമ്മൾ കണ്ടില്ല ഡിഷസ്. നമ്മൾ എഗ്ഗ് കഴിക്കാറുണ്ട്. എഗ്ഗ് നമ്മൾക്ക് അങ്ങനെ ലൈക്ക് ഇറ്റ്സ് ഓക്കെ ടു ഈറ്റ് എഗ്. നമ്മൾ മീറ്റാണ് ഒഴിവാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സൺഡേസ് ഫാസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളതൊരു, ടു ബി ഓണസ്റ്റ്, നമുക്ക് ഫാസ്റ്റിംഗ് തന്നെ മാൻഡേറ്ററി ഉള്ളത് നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഈ സൺഡേ ആണെങ്കിലും നോൺ വെജ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഗോ സ്ട്രോങ് ലൈക്ക് ദിസ്. ആൻഡ് അപ്പോൾ നമ്മൾ ബ്രുസ്കെറ്റ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പിന്നെ മിക്കത് നോൺ വെജ് ഡിഷസാണ് ട്രൈ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെജ് പാസ്ത വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സുക്കീനിയും ഓബർജീൻ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പറയാനറിയില്ല, ആർക്കും പറയാനറിയില്ല. ഇറ്റ്സ് ഇറ്റാലിയൻ. എന്താണ് അലേ വെർദൂരെ. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തു. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബ്രുസ്കെറ്റ കഴിക്കാം. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ ഹിയർ ഇറ്റ് ടു. പക്ഷേ കോപ്പിറൈറ്റ് കാരണം സോറി ഗൈസ്. ഞാൻ ബ്രുസ്കെറ്റ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ പേടിക്ക് അത് എൻജോയ് ചെയ്യാമല്ലോ. ലുക്ക് അറ്റ് ദിസ്. Let's hear the crunch. Good as always. I just love this bruschetta. Actually ഞാൻ ആദ്യം ബ്രുസ്കെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വൺ ഓഫ് അവർ സബ്സ്ക്രൈബർ ഫാമിലി എന്നെ കറക്റ്റ് ചെയ്താൽ ബിക്കോസ് ഇറ്റ്സ് ഇറ്റാലിയൻസ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിന് ക്രൗൺ ക്ലാസ്സിൽ പോയിട്ട് ഗൈസ് ബ്രുസ്കെറ്റ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ബ്രുസ്കെറ്റ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് പിന്നെയും ബ്രുസ്കെറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു
pronunciate I actually don't know. I think you should just spell it the way you are comfortable in. കാരണം എല്ലാവരും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യണം, പക്ഷേ പ്രോപ്പർ വേസ് ഡെഫിനറ്റ്ലി ബ്രൂഷേറ്റ. സോ അടിപൊളി സാധനം. Let's buy, let me enjoy this. Ta-ta. സാധനം പക്ഷെ ഇതിലൊരു ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഒലിവ് ഓയിലും എന്താ സോസുണ്ട്. ടൊമാറ്റോ ഒക്കെ വരെ ഇപ്പൊ പറിച്ചോളൂ, ഭയങ്കര ഫ്രഷ്. Here. Wow, it's very loaded. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. താങ്ക് യു. എനിക്ക് ഇങ്ങനെ കോക്കിൽ ലെമൺ ഇടുന്ന ഭയങ്കര ഇഷ്ടം. ഇതുപോലെ തന്നെ നമ്മൾ ഐ തിങ്ക് നമ്മുടെ കാസിനോ ഹോട്ടലല്ലേ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോർട്ട് കൊച്ചിനുണ്ട്. അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ടൊരു മോക്ടെയിൽ കുടിച്ചു. ഒരു 350 രൂപയായി. പക്ഷേ ഇതുപോലെ കോക്കും കോഫിയും മിക്സ് ചെയ്തിട്ട് ഓ മൈ ഗോഡ് ഇറ്റ് വാസ് സോ ഗുഡ്. അതുപോലെ തന്നെ എനിക്കിത് ഇഷ്ടമാണ്. ഇറ്റ്സ് ജസ്റ്റ് ലെമൺ ബട്ട് വെരി നൈസ്. ഇറ്റ് മേക്സ് ഇറ്റ് ടേസ്റ്റ് ബെറ്റർ. ഇതിന് 40 രൂപയാണ് ഗൈസ്. പിന്നെ നമ്മുടെ 2 പീസ് ബ്രിസ്കറ്റക്ക് 170 റുപ്പീസ്. ഇത് അൽ വെർദൂര അങ്ങനെ എന്തോ ആയിരുന്നു. ഇതിന് 470 റുപ്പീസ്. നല്ല ഇവിടെ എക്സ്പെൻസീവ് ആണ്, പക്ഷേ വി സ്റ്റിൽ കം ബാക്ക് ഹിയർ ഓൾ ദ ടൈം. അടിപൊളി ഫുഡാണ്, നല്ല ക്വാളിറ്റി ഫുഡാണ് അല്ലേ. പിന്നെ ഇവരെ ക്ലബ് ഹൗസ് നിങ്ങൾ ട്രൈ ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ എന്നല്ല, പക്ഷേ ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ് സോ മച്ച്. ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടമാന്ന് പറയും, മോശമാണെങ്കിൽ ഞാൻ മോശമാന്ന് പറയും. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഇറ്റ്. Try the pasta. ASMR. Oh my god, it's so loaded. നമ്മൾ വൈറ്റ് സോസാണ് പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് പാസ്ത ചൂസ് ചെയ്യാം. നമ്മൾ സ്പെഗറ്റി വൈറ്റ് സോസാണ് പറഞ്ഞത്. സോ ഗുഡ്. സാധാരണ പാസ്ത മേടിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ വൈറ്റ് സോസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സോസിൽ മുക്കി തരും. സോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിയാവും. ബട്ട് ദിസ് ഇസ് സോ ഗുഡ്, സോ ഗുഡ്. ഐ എം ഗോയിങ് ഫോർ മൈ സെക്കൻഡ്. സോ ഗുഡ്, യു ഷുഡ് ട്രൈ. എനിക്ക് ഇഷ്ടമായിട്ടാ ഗൈസ്. വയറ് നിറഞ്ഞു ഡെഫിനറ്റ്ലി, പക്ഷേ ലൈക്ക് നോൺ വെജ് കഴിക്കണ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ. സോ നമ്മൾക്ക് ഒരു കഴിക്കാൻ പോകണം. അതിപ്പോൾ എപ്പോൾ പോകുന്ന ഏതെങ്കിലും ഒരു സൺഡേ നമുക്ക് പോകണം, കാരണം അതിൻ്റെ കാലാവധി അല്ലെങ്കിൽ അവസാനിക്കും. നമുക്കെല്ലാം പറയാം ഞാൻ നിങ്ങളോട്. ഹായ് ഹാൻ, ഡിഡ് യു ലൈക്ക് ദ ഫുഡ്? ബിസ്ക്കറ്റാണ് പാസ്തയാണ് ഏറ്റവും ഇഷ്ടമായത് അല്ലേ? രണ്ടും എനിക്കായി എടുക്കും. പക്ഷെ ആ ബ്രൂഷറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് സോ ഗുഡ്. നിങ്ങൾ ഇവിടെ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രൂഷറ്റ് ട്രൈ ചെയ്യാം. വീണക്കണം നല്ല ഭംഗിയുണ്ട്, കാരണം ഇവിടെ ടീഷർട്ടിലെ പച്ച ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട്. രോഹൻ ഇവിടെ നമ്മൾ നല്ല ഭംഗിയായതുകൊണ്ട് എന്തുകൊണ്ട് ഞാനിവിടെ വന്നുകൂടാ എന്ന് വിചാരിച്ചു. The frame looks so nice. I actually like the vibe of this cafe. ഫുള്ളൊരു കുറേ ഈ ക്രീപ്പേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചുറ്റും, വിച്ച് ഈസ് നൈസ്. പിന്നെ നമ്മുടെ ബാക്കിലും കുറേ ചെടികളുണ്ട്. ആൻഡ് ദ മ്യൂസിക് ഇസ് അമേസിങ് അല്ലേ. നമ്മൾ വന്നപ്പോൾ ഫുള്ളൊരു ഇറ്റാലിയൻ ടച്ചുള്ള പിയാനോയും ഇൻസ്ട്രുമെൻ്റൽ സംഭവങ്ങളൊക്കെ ഇട്ടു. അത് കേട്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഇറ്റ് വാസ് വെരി നൈസ്. കൊള്ളായിരുന്നു. റോഹൻ അത്രമാത്രം പറയാനുള്ള ഒരു വാക്കിലൊതുക്കി. പിന്നെ ഇവർക്ക് ഇവിടെ അവനുണ്ട്, എന്താ പറയുക, വുഡ് അവനോ എന്ന് പറയാമല്ലോ, വുഡ് അവൻ. ഇവർ ഫ്രഷ് ആയിട്ട് തന്നെ പിസ്സ ഒക്കെ ഇവിടെ ഉണ്ടാക്കും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവർ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വുഡ് കാണിച്ചു തരാം. നൈസ് റൈറ്റ്.
പറാന്തല്ല ആക്ച്വലി നമ്മുടെ വീടിൽ നിന്ന് കറക്റ്റ് ബാക്കിലായിട്ടില്ല കുറച്ച് ബാക്കിലായിട്ട് വരും. ഫ്രണ്ടിൽ മാത്രമല്ല ഇവർക്ക് ബാക്കിലും സീറ്റിംഗ് ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. പിന്നെ ഇവിടെ ഈ ഒരു റൂമിൽ AC സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബട്ട് വി റിയലി ലൈക്ക് ദിസ് പ്ലേസ്. ഭയങ്കര ഒരു ഹോംലി ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, കുറേ ചെടികളും. പിന്നെ ലുക്ക് അറ്റ് ദിസ്, സോ നൈസ് റൈറ്റ്. And my husband. Hi. Oh, നല്ല രസമുണ്ട് ആക്ച്വലി. അവൻ ഫയർ ചെയ്യുന്നത് ഈ വുഡ് ഉപയോഗിച്ചിട്ടാണ്. നൈസാ, ഫ്രഷ് പിസ്സ ഒക്കെ നമുക്ക് കഴിക്കാം. പിസ്സ എനിക്ക് അത്യാവശ്യം പ്രൈസ് കുഴപ്പമില്ലാത്ത പ്രൈസ്, കാരണം നമുക്ക് നല്ലോണം വയറ്, ഈവൻ പാസ്തി ആണെങ്കിലും നമ്മുടെ വയറ് നല്ലോണം നിറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് യൂഷ്വൽ, നിങ്ങൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡു കമൻറ്റ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണുന്നു. ഇനി കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, എനിക്കറിയാം. നമ്മളിപ്പോൾ വെജ് ഫുഡ് ആയത് കാരണം നമുക്ക് വെജ് പ്ലേസസ് ആണ് കൂടുതൽ. വെജ് അല്ല, ഇവിടെയൊക്കെ നോൺ വെജ് അവൈലബിൾ ആണ്. നോൺ വെജ് മാത്രമുള്ള പ്ലേസസിൽ നമ്മൾ കുറേ നാളായി പോയിട്ട്. ബട്ട് ഷോർലി വിൽ ഗോ സൂൺ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.